ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ ചരൺ മാഞ്ചി എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാവുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മോഹൻ ചരണിന് പിന്തുണ BJP പൂർണ്ണമായും കൊടുക്കുന്നില്ല എന്ന റിപ്പോർട്ടുണ്ട്. അതിന് കാരണമായി വരുന്നത് അദ്ദേഹത്തിനെതിരെ ശക്തമായി തൻ്റെ പാർട്ടിയിൽ പടയൊരുക്കം ഉള്ളതുകൊണ്ട് തന്നെയാണ്. നിലവിൽ ഉപമുഖ്യമന്ത്രി പ്രവാദി പരിതയാണ്. അവർ കൂടുതൽ രീതിയിൽ സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ വലിയ തോതിൽ ചർച്ചകൾ വരുന്നുണ്ട്. എന്നാൽ ഉപമുഖ്യമന്ത്രിക്കെതിരെയും ഒരു കൂട്ടർ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ എങ്ങനെയും പാർട്ടി നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നവീൻ പട്നായിക് പറഞ്ഞത് വളരെ വൈകാതെ തന്നെ പാർട്ടി കൃത്യമായും അധികാരത്തിലേക്ക് തിരികെ വരും. കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയായിരിക്കും അധികാരത്തിലേക്ക് തിരികെ വരുന്നത്. 24 കൊല്ലം പാർട്ടിയെ നയിക്കുകയും ഭരിക്കുകയും ചെയ്ത തനിക്ക് ഇനിയും ജനങ്ങൾ അവസരം നൽകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 20ഓളം സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായും BJDക്ക് വ്യക്തമായ ഭൂരിപക്ഷം കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും BJDക്ക് അത് അനായാസം കൈവരിക്കാനും കഴിയും. തീർച്ചയായും കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് ശ്ലാഘനീയം തന്നെയാണ്. അവർ ഒരുമിച്ച് തന്നെ ഇന്ത്യ മുന്നണി എന്ന സങ്കല്പത്തിലേക്ക് ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. രാജ്യസഭയിൽ ഞങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ BJPക്ക് ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള സഹായവും ലഭിക്കില്ല. കഴിഞ്ഞ ഏറെ നാളുകളായി രാജ്യസഭയിൽ BJP ഞങ്ങളുടെ സഹായത്തോടെയാണ് പല സുപ്രധാന ബില്ലുകളും പാസ്സാക്കാൻ ശ്രമിച്ചിരുന്നത്. ഇനി അത് നടക്കില്ല എന്നുള്ളത് നവീൻ പട്നായിക് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു കഴിയുമ്പോൾ BJP നേതൃത്വത്തിന് ഇനി ചിന്തിക്കാനേ കഴിയുന്നില്ല. മോഹൻ ചരൺ മാഞ്ചി നിലവിൽ അവിടെ ഏറ്റവും മോശമായ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളുമായിട്ടുള്ള ഇടപെടലിൻ്റെ കാര്യത്തിലായിരുന്നാലും ത്വരിതത്തിൽ കാര്യങ്ങൾ നീക്കുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിൻ്റെ 7 അയലത്ത് വരുന്നില്ല എന്ന് BJP നേതൃത്വം തന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് കൃത്യമായി അറിയാം നവീൻ പട്നായിക് എന്ന നേതാവിൻ്റെ കരുത്തെന്താണ് എന്നുള്ളത്. അദ്ദേഹത്തിന് പ്രായാധിക്യമാണ്. അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ ഒരിഞ്ചും കഴിയില്ല. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള രോഗം വന്നിരിക്കുന്നു. ഇത്തരത്തിൽ നുണപ്രചരണമാണ് BJP നേതൃത്വം നവീൻ പട്നായിക്കിനെതിരെയും അദ്ദേഹത്തിൻ്റെ അനുകൂലികൾക്കെതിരെയും അഴിച്ചുവിട്ടത്. അതുമാത്രമല്ല, പാണ്ഡ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ വലം കൈയാണ് എന്ന് BJP നേതൃത്വം പറയുന്ന നേതാവാണ് ഇനി ഒഡീഷയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് BJP വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതിൽ ഒരു നേരിയ പങ്ക് ജനങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുകയും അത് BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. ഇതുതന്നെയാണ് നവീൻ പട്നായിക്കിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന കാര്യം എന്നത്. നവീൻ പട്നായിക് കൃത്യമായി പറയുന്നു, BJP നേതൃത്വത്തിൻ്റെ പതനം തീർച്ചയാണ്. ഈ വർഷത്തിൽ ഒടുവിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് പട്നായിക് വ്യക്തമാക്കുന്നത്.